കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത്? തൗബനെ പറ്റിയായിരുന്നു പറഞ്ഞത് അല്ലേ? ഇനി പുതിയൊരു വിഷയം തുടങ്ങാണ്. ഫുള്ള് സൊബറാണ്. അപ്പോൾ ഈ റിയാദ് സ്വാലിഹിൻ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ഓരോ നല്ല മൂല്യങ്ങളെ പറ്റിയാണ് പറയാൻ. ഇനി തവക്കുൽ വരുന്നുണ്ട്. നബി ജീവിതത്തിൽ അപ്പം നമ്മൾ പാലിക്കേണ്ട അദബുകൾ, അതിനെ പറ്റിയാണ് കിതാബിൽ കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഓരോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പകർത്തി നോക്കുക. പിന്നെ നമ്മളെ ചിന്തകൾ ഉണ്ടാവുമല്ലോ ഓരോ കാര്യത്തിനെ പറ്റിയിട്ടും, അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കിതാബിന്റെ എന്താ പറയാ ഒരു ഉദ്ദേശം. നമ്മൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ നബിതങ്ങളുടെ ചര്യ ഹദീസാണല്ലോ നമ്മൾ വന്നത്. അപ്പൊ ആ ചര്യ പിന്തുടർന്ന് നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലുള്ള കാര്യം. പിന്നെ സൊബറിനെ പറ്റിയാണ് പറയുന്നത്. സൊബർ എന്ന് പറഞ്ഞാൽ എന്താ? സൊബർ എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ തന്നെ പറയണില്ലേ, ഉമ്മമാർക്കൊക്കെ അറിയുന്ന ഒരു വാക്ക് കൂടിയാണ്. പണ്ടൊക്കെ സൊബറില്ല, കുറച്ച് സൊബറ് വേണമെന്നും സൊബറ് കാണിക്കണമെന്നും, തീരെ സൊബറില്ലല്ലോ എന്നൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അപ്പോൾ എന്താണ് സൊബറെന്നും കുറെ ആയത്തിൽ വന്നിട്ടുണ്ട് സൊബറിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട്. പിന്നെ റമദാൻ തുടങ്ങിയതാണല്ലോ, റമദാനില് വലിയൊരു സൊബറിന്റെ ഭാഗമാണെന്ന് പറയണത്. അസാലി ഇമാം പറഞ്ഞതേ, റമദാനിന്റെ വിഷയത്തിൽ പറയുമ്പോൾ ഇസ്ലാമിന്റെ നാലിലൊന്നാണ് സൊബർ, അല്ല നോമ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം ഈമാന്റെ പകുതിയാണ് ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് എന്തുകൊണ്ട് ക്ഷമന്റെ പകുതിയാണ് നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? അപ്പൊ മൊത്തത്തിൽ ഇസ്ലാമിന്റെ നാലിലൊന്നായിട്ട് നോമ്പിനെ കണക്കാക്കാൻ പറ്റും, മനസ്സിലാവും. അപ്പൊ അങ്ങനെ പറയാൻ കാരണം പകുതിയാണെന്ന് വെച്ചാല് കൂടുതൽ ക്ഷമ ആവശ്യമുള്ള കാര്യമാണ് മുസ്ലിമായി നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ പല പല കാര്യത്തിലും എന്ത് ചെയ്യും, നമ്മളെ സ്വയം നിയന്ത്രിക്കേണ്ടി വരും. അപ്പൊ അതാണ് സൊബർ. പിന്നെ നോമ്പാവുമ്പോൾ നമ്മൾ ഭക്ഷണത്തെ തൊട്ടും മറ്റുള്ള വികാരങ്ങളെ തൊട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോ അവിടെയാണ് സൊബർ വരുന്നത്. ഓക്കെ, ഇനി സൊബറിലെ ആയത്തുകൾ നോക്കൂ. ഖാല അല്ലാഹു തആല, അപ്പൊ അതിന് മുമ്പ് സൊബർ എന്ന് പറഞ്ഞാൽ എന്താ? സൊബർ ഹബ്സുൻ നഫ്സി അലാ മാ യഖ്തദിൽ അഖ്ലു വശറു. അപ്പൊ ഒന്നെങ്കിൽ ശർഅ് പറഞ്ഞ കാര്യങ്ങള് അതില് നമ്മളെ എന്ത് ചെയ്യാ, ശരീരത്തെ ബന്ധിപ്പിക്കുക, അതിന്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുക. അതാണ് സൊബർ എന്ന് പറഞ്ഞാല്. ഇപ്പോ ശർഅ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ അതില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ എന്തുണ്ടാവും, ഇപ്പൊ ബുദ്ധി കൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതില് തളച്ചിടുക. അപ്പൊ ഈ തോന്നുന്ന പോലെയൊക്കെ ചെയ്യാതെ, അതൊക്കെ മൃഗങ്ങളെ ഒരവസ്ഥയാണ്. ഇത് സൊബർ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാർക്കുള്ള ക്വാളിറ്റിയാണ്. മറ്റത് മൃഗവാസനയാണ്. അപ്പം ഇത് മനുഷ്യന്മാരെയും മൃഗങ്ങളെയും നമ്മൾ വേർതിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ നല്ല കാര്യങ്ങളാണ്. അവർക്ക് എഴുതാനും വായിക്കാനും കഴിയില്ല, നമുക്ക് എഴുതാനും വായിക്കാനും കഴിയണ്ടേ. അവർക്ക് തെക്കുവയും സൊബറും തവക്കുലും അത്തരം സംഭവങ്ങളൊന്നുമില്ല. മനുഷ്യന്മാർക്ക് അതൊക്കെ ഉണ്ട്. അതിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്. ഇപ്പൊ ബുദ്ധി ശർഅ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അക്കല് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം, ബുദ്ധി കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൊബർ. സൊബർ എന്ന് പറഞ്ഞാൽ അപ്പോ പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും, കൽപ്പിച്ച കാര്യങ്ങളുണ്ടാവും, അതിൽ നഫ്സിനെ ബന്ധിപ്പിക്കുക. അതിന്റെ കടിഞ്ഞാണ് അതിന് തന്നെ വിട്ടുകൊടുക്കാണ്ട് നമ്മൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളൊരു കാര്യമാണ്. സ്വയം ചിന്തിച്ച് ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും തീരുമാനിക്കുക എന്നുള്ളൊരു കാര്യമാണ് സൊബർ എന്ന് പറഞ്ഞാൽ. അപ്പോ കൂടുതൽ കച്ചറ ഉണ്ടാവുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മൗനം പാലിക്കാം. അപ്പൊ അതൊരു സൊബറാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാവുന്ന സമയത്ത്
അതിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ഇത് ഈ ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ് എന്തെന്ന് പറഞ്ഞാൽ സബർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പരസ്പരം അടി കൂടാനുള്ള ടെൻഡൻസിയാണ് സാധാരണയായിട്ട് ഉണ്ടാവുക. മൃഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ കുട്ടികളുടെ പ്രശ്നം ഉണ്ടായത് കണ്ടല്ലോ. ഈ ഭയങ്കര നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. മലബാർ ഏരിയയിലാണ്, നമ്മളൊരു മുസ്ലിം ചെറുപ്പക്കാരാണ്, കുട്ടികളാണ് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അത് സ്വബറില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇവിടെ സംഭവിക്കുന്നത് ശരീരത്തെ സ്വന്തം തളച്ചിടാനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. നമ്മളൊരു ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ഒരു പ്രവണത ഉണ്ടാവണം. അപ്പോ ഒരു 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 അടി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന സമയത്ത് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത് സബറാണ്. അതുപോലെ തന്നെയാണ് ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയം. അപ്പോൾ ഭയങ്കര പരീക്ഷണമുള്ള ഒരു സമയമാണല്ലോ. അപ്പൊ ആ സമയത്ത് അതില് അതില് വീണു പോവാതിരിക്കുക. അപ്പോഴും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കാര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞത് സബറാണ്. ഇനി ഒരു പരീക്ഷണം ഉണ്ടാവുന്ന സമയത്ത് അപ്പൊ ശരീരത്തിന് എന്ത് ചെയ്യാ ഹബ്സ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് സബറാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ജസ എന്ന് പറയാം. ജസ എന്ന് പറഞ്ഞാൽ പൊറുതിയേട് കാണിക്കാന്ന്. ഭയങ്കര പ്രയാസം എന്ത് വന്നാലും അവന് എന്ത് ചെയ്യും, ഭയങ്കര പ്രയാസങ്ങൾ പറയാം. അത് എന്താ പറയാ, എന്നാലും പഠിച്ചവൻ അങ്ങനെ എന്നല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താണ്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ആർക്കും പ്രശ്നമുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല, എന്നിട്ടും പഠിച്ചവൻ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ. അതാണ് ജസ എന്ന് പറഞ്ഞത്. പൊറുതിയേട്. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ജസ. അപ്പൊ സബറിന്റെ ഓപ്പോസിറ്റ് ആണ് അത്. മറ്റേത് മറ്റേത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലാതിരിക്കുക എന്നുള്ളത്. ഓക്കെ. ഇനി യുദ്ധത്തിന്റെ കേസിലാണെങ്കിൽ അതിന് ഷജാഅത്ത് എന്ന് പറയാം. യുദ്ധത്തിന്റെ കാര്യത്തിലാവുമ്പോൾ അവിടെ സബർ കാണിക്കുന്നതിന് ധീരത എന്ന് പറയും. അവിടെ അവിടെ സബർ കാണിക്കാതിരിക്കുമ്പോ അതിന് ഭീരുത്വം എന്ന് പറയും. അപ്പാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൊക്കെ ചെയ്യാം. യുദ്ധത്തില് എന്ത് ചെയ്യാ, ഉറച്ചു നിൽക്കാതിരിക്കാൻ പറ്റുക. അപ്പൊ യുദ്ധത്തിന്റെ കേസിലാണ് അങ്ങനെ സബറിനെ എങ്ങനെ മനസ്സിലാക്കാം? യുദ്ധത്തില് തുടരാനും നല്ലോണം യുദ്ധം ചെയ്യാനുള്ള ഒരു കഴിവാണ് സബർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇതിനൊക്കെയാണ് ഇതൊക്കെയാണ് സബർ എന്ന് പറഞ്ഞതിന്റെ പല വ്യാഖ്യാനങ്ങൾ. പല ആൾക്കാരായിട്ട് പറഞ്ഞത് ഇങ്ങനെ മൊത്തത്തിലൊന്ന് വായിച്ചെന്നേ ഉള്ളൂ. ഇനി ആയത്തില് കുറെ സബറിനെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് ഖുറാനിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് റിയാദ് സ്വാലിഹിന്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആദ്യം ആയത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയും, പിന്നെ ഹദീസിലേക്ക് വരും. അങ്ങനെയാണല്ലോ നമ്മൾ കഴിഞ്ഞ ബാബുകളിലും അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ ബാബില് കണ്ടോ, ഇസ്ബിറു വസ്വാബിറു എന്നാണ്. ഇസ്ബിറു യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസ്വാബിറു എന്നാണ് കൽപ്പന ഉള്ളത് അള്ളാഹുവിന്റെ. ആൽ ഇംറാനിലെ ആയത്താണ്. അപ്പൊ ഇസ്ബിറു വസ്വാബിറു പറഞ്ഞാൽ ഇഹ്ബിസു അൻഫുസക്കും അലൽ ഇബാദത്തി. ഇബാദത്തുകളിൽ എന്താക്കണം, നിങ്ങളുടെ ശരീരത്തെ ഹബ്സ് ചെയ്യണം, ബന്ധിപ്പിക്കണം. ജാഹിദു അഹ്വാക്കും. സ്വാബിറു എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ശരീരത്തെ എന്താക്കണം, ശരീരത്തോട് നിങ്ങൾ സമരം ചെയ്യണം. ആണ് ഇസ്ബിറു സ്വാബിറു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. ബിസു അൻഫുസക്കും അലൽ ഇബാദത്തി ജാഹിദു അഹ്വാക്കും. നമ്മുടെ ഇബാദത്തിലായിട്ട് നമ്മുടെ ശരീരങ്ങളെ തടഞ്ഞു വെക്കുക, അതിനപ്പുറം പോകാണ്ടിരിക്കുക. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മളെ എന്താണ് ദേഹേച്ഛകളുണ്ടാവും. ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ കുറച്ചുകൂടി ഉറങ്ങാം, അങ്ങനെ സുബഹിക്കാവുമ്പോ കുറച്ചുകൂടി ഉറങ്ങാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, അങ്ങനെയുള്ള ഹവകൾ ഉണ്ടാവും. അതിനോട് സമരം ചെയ്യുക. അതാണ് ഇസ്ബിറു സ്വാബിറു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് കാണാൻ പറ്റും. ഇനി സ്വാബിറു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറെയും കാണാം.
ഗാലിബൂഹും സ്വാബിർ എന്ന് പറഞ്ഞാൽ സ്വബറിൽ മത്സരിക്കുക, അത് കാഫിര്യങ്ങളോട് എന്ത് ചെയ്യുക, മത്സരിക്കുക, അവരെക്കാൾ കൂടുതൽ സ്വബറുള്ളവരാവുക. അവരെക്കാൾ കൂടുതൽ സ്വബറുള്ളവരാ. ഇസ്ബിറു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ത്വാഅത്തുകൾ, ആരാധനകൾ ഉണ്ടാവുമ്പോ, പിന്നെ മുസീബത്തുകൾ ഉണ്ടാവുമ്പോ അതിലൊക്കെ ക്ഷമ ഉണ്ടാവുക. അപ്പൊ ഒരേ സമയം ക്ഷമ രണ്ട് കാര്യത്തിലുണ്ടാവും. ഒന്ന്, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യത്തിൽ നമ്മുടെ ശരീരത്തെ ബന്ധിപ്പിക്കുക, അതിൽ തളച്ചിടുക, അതിന്റെ അപ്പുറം പോവാതിരിക്കുക എന്ന് പറഞ്ഞൊരു ക്ഷമ. പിന്നൊന്ന്, മുസീബത്തുകൾ ഉണ്ടാകുമ്പോ അതിലെന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തെ അതിന് വിട്ടുകൊടുക്കാതെ നല്ല കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള ക്ഷമ. അങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ഷമനെ മനസ്സിലാക്കാൻ പറ്റും. സ്വാബിറു എന്ന് പറഞ്ഞാല് ഗാലിബൂഹും ബിസ്വബരി ഫലാ യകൂനു അശദ്ദു സബ്റൻ മിൻകും. അപ്പോ കാഫിര്യങ്ങളെക്കാൾ മറ്റുള്ളവരെക്കാൾ എന്ത് ചെയ്യാം, ക്ഷമ ഉള്ളവരാ, ക്ഷമയിൽ മത്സരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തൊരായത്തിൽ പറയുന്നുണ്ട്, ഒരനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. അപ്പൊ തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞത്. എന്തായാലും പരീക്ഷണം ഉണ്ടാവും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം, അതുപോലെ തന്നെ ജൂ എന്ന് പറഞ്ഞാൽ വിശപ്പ്, നഖ്സിൻ മിനൽ അംവാലി പൈസന്റെ പ്രയാസങ്ങള്, വൽ അൻഫുസി ശരീരത്തിലെ കുറവുകള്, വസ്സമറാത്തി ഫലങ്ങളിലുള്ള റിസോഴ്സസിലുള്ള കുറവുകൾ, അതിലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ ബഷീരി സ്വാബിരി, അപ്പൊ ഈ സമയത്തും സ്വബർ ചെയ്യുന്ന ആൾക്കാരോട് നബിതങ്ങൾ എന്ത് ചെയ്യണം, സന്തോഷ വാർത്ത അറിയിക്കണം. അവരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവുമ്പോഴും വിജയിച്ചവര് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. നമ്മൾ സുബറിനെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ഓരോ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ. ഇനി വേറൊരു ആയത്തിലുണ്ട്, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സ്വാബിരീങ്ങൾക്ക് കൂലി കിട്ടും, ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത കൂലിയാണ് എന്ത് ചെയ്യാ സ്വാബിരീങ്ങൾക്ക് കിട്ടുക. യുവഫസ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്, അയ്യ ബിഗൈരി മിക്യാലും വരാവതിന്, ഒരു കയ്യും കണക്കും ഇല്ലാതെ എത്ര കൂലി കിട്ടും. ഇനി അപ്പോ കുല്ലുമുത്തീൻ, എല്ലാ അലി റളിയല്ലാഹു ഇതിൽ പറയേണ്ടത് കുല്ലുമുത്തീൻ യുക്കാൽ ലഹു കൈലം യൂസനു ലഹു വസ്നു ഇല്ല സ്വാബിറൂൻ. അപ്പൊ ഇന്നു യുഹ്സാലഹും ഹസിയൻ. അപ്പൊ എല്ലാ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർക്കും എന്താണ്, അളന്നൊക്കെ കൊടുക്കുക. സബർ ചെയ്യുന്ന ആൾക്കാർക്ക് അളവറ്റ് കൂലി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ റമദാന്റെ വിഷയത്തിലും നോമ്പെടുക്കുന്ന വിഷയത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ എന്താണ്, സൗമുലി ഫാന ജിസി ബിഹി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഭാഗം കാണാൻ പറ്റും. നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് കൂലി നൽകുന്നതാണ് പടച്ചോൻ പറയണത്. അപ്പോ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഹിയല് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നോമ്പിന്റെ അവിടെ നോമ്പിന്റെ അവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു വിഭാഗത്തുകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത്, അത് അതൊരു ഒരു ഒരു പ്രവർത്തനമല്ല, ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ്. മീൻസ് നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യും, ളാഹിറായ ഒരു കാര്യങ്ങൾ ചെയ്യലുണ്ട്. പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞാല് തെർക്കാണ് കാര്യമായിട്ട് അവിടെ ഉള്ളത്. ഒരു നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുക, മറ്റു കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇത് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അത് ഒരു അടിമയും സൃഷ്ടാവും തമ്മിലുള്ള എന്താണ് ഒരു കണക്ഷനാണ്. ഇപ്പൊ ഒരാളെ നെറ്റിമ നോക്കി എന്തില്ല, മുഖത്ത് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റില്ല നോമ്പുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇത് പടച്ചവനും ഇത് മാത്രമുള്ള ഒരു കണക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പടച്ചവന് ഇഷ്ടമാണ്, അതിനനുസരിച്ചുള്ള കൂടുതൽ കൂലി കൊടുക്കും എന്നാണ് പറയുന്നത്. ഈ സുബറിന്റെ വിഷയത്തിലും ഇവിടെ അതാണ് പറഞ്ഞത്, ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണല്ലോ. അത് പുറത്തുള്ള ഒരാൾക്ക് അറിയാൻ പറ്റില്ല. ഈ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്, അതൊക്കെ നമ്മളെ തന്നെ ഉള്ളിലുള്ള കാര്യമാണ്. പുറത്തുനിന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ അതിന് കൂലി
കണക്കില്ലാത്തത്ര കൂലി കിട്ടും എന്നാണ് ഈ ആയത്തിൽ പറയണത്. ഓക്കെ, ഇനി വേറൊരു ആയത്ത് നോക്കാം. വലമൻ സ്വബറ ഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അപ്പൊ ഈ ക്ഷമിക്കുക അതേപോലെ പുറത്തു കൊടുക്കുക എന്നുള്ളത് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. സ്വബറ പറയുമ്പോൾ എന്താണ്? അക്രമം ദുൽമുണ്ടായതിനു ശേഷം സ്വന്തം ശരീരത്തിലോട് തന്നെ എന്ത് ചെയ്യാം, ക്ഷമിക്കുക. പിന്നെ ഓഫർ പറഞ്ഞാൽ ഈ ആരാണോ അക്രമി അവർക്ക് പുറത്തു കൊടുക്കുക. അതൊക്കെ ഇന്ന ദാലിക ലിമിൻ അസ്മിൽ ഉമൂർ മിൻഹു. അള്ളാഹുത്താല അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല കൽപ്പിച്ച കാര്യങ്ങൾ പെട്ടതാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ പറയേണ്ടത് എന്താ? സ്വബ്റു അലൽ മക്കാരിഹി മിൻ അലാമാത്തിൽ അംബിയായി. അപ്പൊ സ്വബർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ ക്ഷമിക്കാന്ന് പറഞ്ഞ അംബിയായിന്റെ അടയാളാണ് എന്ന് കാണാൻ പറ്റും. അമൻ സ്വബർ അല മക്രൂഹിനോ മുസീബത്തി വലം യജ്ദ് ഔറസഹു ഹാലത്തരിക. അപ്പൊ ആരെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ, ഒരു മുസീബത്ത് ഉണ്ടാവുമ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല അവർക്ക് എന്ത് ചെയ്യും? ഒരു റിള, ഒരു സംതൃപ്തിന്റെ ഒരു എന്താ പറയാ അവസ്ഥ അവർക്ക് നൽകും. വഹിയമിൻ അജല്ലിൽ അഹ്വാലി, അതാണ് ഏറ്റവും ഒരാൾക്ക് മനുഷ്യന് കിട്ടാവുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞത്. ഇനി ഒമൻ ജസാമിനൽ മസായിബി. അപ്പൊ ഇനി പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആരെങ്കിലും ജസ കാണിച്ചാലോ, പൊറുതിയോട് കാണിച്ചാലോ, അതിൽ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ മസായിബി ഷക്ക, അങ്ങനെ പരാതി പറയുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യാം, പരാതി പറയാം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും പരാതി പറഞ്ഞാൽ വക്കലഹുല്ലാഹു ഇലാ നഫ്സിഹി വലം തൻഫഉ ശക്വാഹു. അള്ളാഹു താല അവന്റെ കാര്യങ്ങൾ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ടോ വലം തൻഫഉ ശക്വാഹു, അവന്റെ പരാതികളൊക്കെ എന്ത് ചെയ്യും? ഒരു ഉപകാരം ചെയ്യൂല. അപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? ക്ഷമിക്കുകയും പിന്നെ അതിൽ സംതൃപ്തനാവുകയും ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയാ, ദുനിയാവിനെ പറ്റിയുള്ള നമ്മളെ സങ്കല്പങ്ങളൊക്കെ ഇത്തരം ആയത്തുകൾ ഹദീസുകളിലൂടെയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ രൂപപ്പെടണം. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ദുനിയാവിനെ കാണേണ്ടത്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പ്രശ്നത്തിനെ മനസ്സിലാക്കേണ്ടത്, അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ അംബിയായിന്റെ ചരിത്രങ്ങളും ഖുറാനിൽ തന്നെ ഹദീസിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുമല്ലോ. പഴയ കാലത്തില് നമ്മളെ ഗുഹയിലകപ്പെട്ട ആൾക്കാരുടെ ചരിത്രമൊക്കെ പറഞ്ഞല്ലോ. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി വരും നല്ലൊരു കുറച്ച് ഹദീസുകൾ വരുന്നുണ്ട്. എല്ലാ ഹദീസുകളും നല്ല തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എന്താ പറയാ, കാണാതെ പഠിക്കേണ്ട ഹദീസുകൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോ എന്താണ് പറഞ്ഞത്? നസ്മിൽ ഉമൂർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ പെട്ടതാണ്. പിന്നെ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. വേറൊരു ആയത്തിൽ ഇസ്തഈനു, നിങ്ങൾ എന്ത് ചെയ്യണം? സഹായം തേടണം. ബിസ്സബ്രി വസ്സലാത്തി, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അപ്പൊ ഉത്തുലുബുൽ മഊനത അലാ ഉമൂരിക്കും, നിങ്ങളുടെ ഉമൂറുകളിൽ സഹായം തേടേണ്ടത് എന്തുകൊണ്ടാണ്? മനുഷ്യന്മാരോട് പരസ്പരം ചോദിച്ചിട്ടല്ല, നമ്മൾ സ്വബർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? സഹായം തേടേണ്ടത് എന്നാണ്. ഈ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു നടക്കുക എന്നുള്ളത് അത് ജസാണ്, അതൊരു പൊറുതികേടാണ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ക്ഷമിക്കുക എന്നുള്ളത്. ബിസ്സബ്രി അൽ ഹബ്സ് ബിൻ നഫ്സി അലാ മാ തക്റഹു. നിസ്കാരം എന്ന് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഇബാദത്തുകൾ ചെയ്യുക, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വബർ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക. അതിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, സ്വബർ ചെയ്യുന്നവരോട് കൂടെ അള്ളാഹു ഉണ്ടാവും. അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും, സ്വലാത്ത് മീൻസ് സ്വലാത്ത് നിസ്കാരം ഉണ്ട്, ബാക്കിയുള്ള അമലുകളുണ്ട്, ഇബാദത്തുകളാണ്
പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. നിസ്കാരം എന്നിവിടെ പറഞ്ഞത് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ കാര്യം പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് നിസ്കാരം എന്ന് പറഞ്ഞത്. ഇനി അവസാനത്തെ ഒരായത്തോടെ വലനബുലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീന. നബുലുവന്നക്കും നിങ്ങളെ പരീക്ഷിക്കും. എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്ന് അറിയോ? ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീന, നിങ്ങളിൽ നിന്ന് മുജാഹിദ് യുദ്ധം ചെയ്യുന്ന ആരാണെന്നും സൊബർ ചെയ്യുന്നത് ആരാണെന്നും അതല്ലാത്തവര് ആരാണെന്നും വേർതിരിച്ചറിയുന്നത് വരെ നിങ്ങളെ പരീക്ഷിക്കും. അപ്പൊ ഓരോ പരീക്ഷണങ്ങളും ദുനിയാവ് തന്നെ ഒരു പരീക്ഷണമാണ്. പിന്നെ അതിലപ്പുറം ഓരോ പരീക്ഷണങ്ങളും നമ്മളെ ആരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നതെന്നും പിന്നെ ആരാണ് അതിൽ വിജയിക്കുന്നതെന്നും നോക്കാനുള്ള ഓരോ പരീക്ഷണങ്ങളാണ് എന്നാണ് പറഞ്ഞത്. കാനാലമുൽ മുജാഹിദീന മിൻകും വസ്വാബിരീന. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുന്നത് ആരാണ്, ജിഹാദ് ചെയ്യുന്നവരാണ് ആരാണ്, യുദ്ധം ചെയ്യുന്നവരാരാണ് എന്ന് പരീക്ഷിക്കും. അങ്ങനെ അത് അറിയുന്നത് വരെ, ആരാണ് അതില് ക്ഷമിക്കുന്നത് എന്ന് അറിയുന്നത് വരെ നമ്മൾ പരീക്ഷിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ഖുർആൻ ആയത്തുകളൊക്കെ എന്താണ് സബറിന്റെ മഹത്വം വിശദീകരിച്ചാണ്. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ കാണാൻ പറ്റും. ഒക്കെ സബറിന്റെ മഹത്വം വിശദീകരിക്കുന്ന ആയത്തുകളാണ്. പിന്നെ റമദാനാവുമ്പോ എന്തുകൂടിയുണ്ട്? റമദാനുമായിട്ട് ബന്ധപ്പെട്ട് റമദാനും സബറും കൂടി കണക്ട് ചെയ്തിട്ട് ഗസാലി ഇമാമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റമദാനാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് ഗസാലി ഇമാമ് മൂന്ന് തരത്തിലുള്ള നോമ്പിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് സാധാരണ നോമ്പ്, പിന്നൊന്ന് കുറച്ചുകൂടി ലെവല് കൂടിയത്, പിന്നൊന്ന് കുറച്ചുകൂടി അതിലും കൂടുതൽ എന്താ പറയാ പ്രത്യേകമുള്ള ആൾക്കാരുടെ നോമ്പ്. നമ്മൾ നോമ്പിനെ കാണേണ്ട വിഷയം കൂടി. നോമ്പിനെ എങ്ങനെയാണ് നോമ്പ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു, അപ്പൊ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, പിന്നെ നോമ്പ് നമ്മൾ എവിടെയാണെന്നുള്ളൊരു വിലയിരുത്തലും അതിന് കൂടുതൽ മെച്ചപ്പെട്ടത് എങ്ങനെ ആക്കാൻ പറ്റും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഉപകാരപ്പെടും. അപ്പോ സലീമ പറയുന്നുണ്ട് ആമത്തിന്റെ അന്ന് സാധാരണ നോമ്പ് അതെങ്ങനെയാ ഉണ്ടാവുക? അത്താഴം കഴിക്കുക, ഭക്ഷണം, പിന്നെ ലൈംഗികമായ വികാരങ്ങളൊക്കെ മാറ്റി നിർത്തുക, പിന്നെ നോമ്പ്, പിന്നെന്ത് ചെയ്യുക, നോമ്പ് തുറക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സാധാരണ നോമ്പ് ക്ലിയർ ആവുക. അതൊക്കെ എന്തായാലും പാലിക്കണം. ഈ റമദാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഹറാമ് ഒഴിവാക്കുക എന്നല്ല. ഹറാമ് ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ മുഅ്മിനീന്റെ ജീവിതത്തിലെ സംബന്ധിച്ച് എന്താണ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇതിൽ കൂടുതലായിട്ട് എന്താ ചെയ്യാനുള്ളത്? അത് ഹലാലുകൾ തന്നെ, പറ്റുന്ന ഹലാലുകൾ തന്നെ ഉണ്ടാവും, അതന്നെ സൂക്ഷിച്ച് ചെയ്യാനാണ്. ഹലാലുകൾ തന്നെ ചിലപ്പോ സംസാരിക്കുന്നത് ഹലാലാണ്, നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് ഹലാലാണ്. അപ്പൊ എല്ലാ നല്ലതും സംസാരിക്കാണ്ട് വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രം സംസാരിക്കുക. പിന്നെ ഈ ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ആവശ്യമുള്ളത് മാത്രം ചെയ്യുക. മറ്റേതിനെ തൊട്ടൊക്കെ ഒന്ന് വിട്ടു നിൽക്കുക. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് വിട്ടു നിൽക്കുക. അതിനെയാണ് മറ്റു മാസങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക ഒരു പ്രത്യേകത അതിന് പരിഗണിക്കുക എന്ന് പറഞ്ഞത് ആ കാര്യത്തിലാണ്. അപ്പോ അതാണ് ബേസിക് ആയിട്ടുള്ള നോമ്പ് ട്ടോ. പിന്നെ ഈ രണ്ടാമത്തെ ലെവലുള്ള നോമ്പ്, അതാണ് നമ്മളൊരു ഫീൽഡിലുള്ളത്, അവിടെയാണ് നമ്മൾ മെച്ചപ്പെടാനുള്ളത്. അത് സൗമുൽ ഖുസൂസ് എന്ന് പറയും. അത് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ്? കഫു സംഇ വൽ ബസരി വൽ ലിസാനി,
നോമ്പ് വയറിന് മാത്രല്ല, ഭക്ഷണം കഴിക്കുന്നിടത്ത് മാത്രല്ല. ആ നോമ്പ് എന്ന് പറഞ്ഞാല് സമഉം ബസറും ലിസാനും, നമ്മുടെ കാഴ്ചയും കേൾവിയും നമ്മുടെ സംസാരവും നമ്മുടെ കൈകാലുകളും നമ്മുടെ അവയവങ്ങളൊക്കെ ഈ നോമ്പിൽ എന്തായിരിക്കും, പങ്കാളികളായിരിക്കും. ഉം. അങ്ങനെയുള്ളൊരു നോമ്പിനെയാണ് ഇവിടെ അതാണ് ഹവാസിന്റെ നോമ്പ്, പറഞ്ഞാൽ പ്രത്യേക ആൾക്കാരുടെ നോമ്പ്, എല്ലാവർക്കും പറ്റുന്നതല്ല. ഓക്കെ, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ. പിന്നെ കുറച്ചുകൂടി വലിയ ലെവലിലുള്ള നോമ്പുണ്ട്, അതാണ് ഹുസൂസുൽ ഹുസൂസ് എന്ന് പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ആരിഫീങ്ങളായ അമ്പിയാക്കളും ആരിഫീങ്ങളും അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളും അല്ലാത്ത അടുത്തറിയാൻ പറ്റിയ ആൾക്കാരുടെ ഒരു ഒരു പ്രത്യേകതയാണ്. അപ്പൊ അവരുടെ നോമ്പ് എങ്ങനെയായിരിക്കും? അവര് ദുനിയാവിനെ തൊട്ടുള്ള ബാക്കിയുള്ള എല്ലാ ചിന്തകളിൽ നിന്നും തന്നെ അവര് എന്ത് ചെയ്യും, നോമ്പെടുക്കും. ഉം. ബാക്കിയുള്ള ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു നോമ്പ് മുറിയുന്ന കാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഓക്കെ, എത്രത്തോളം ഇനിയിപ്പോ വൈകുന്നേരം നോമ്പ് തുറക്കാൻ എന്താ എന്ന് പോലും അവര് ചിന്തിക്കൂല. കാരണം അവര് അള്ളാഹു താല പറഞ്ഞതാണ് എന്ത്, എല്ലാ എല്ലാത്തിനുള്ള ഭക്ഷണ റിസ്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹു താല വാഗ്ദാനം ചെയ്യുന്ന കാര്യമാണെങ്കിൽ പിന്നെ അതിൽ നമ്മൾ ചിന്തിച്ച് നേരം കളയേണ്ട കാര്യമില്ലല്ലോ. ആ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. ഓക്കെ. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ ലെവൽ. അപ്പൊ എല്ലാവർക്കും കഴിയുന്നതല്ല, അത് മഹത്തുക്കൾക്ക് മാത്രം സാധിക്കുന്നതാണ്. അതിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ് നമ്മള്. അമ്പിയായിനൊക്കെ, മുത്തനബിയൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത് ഹസനാത്തുൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ എന്ന് പറയാം. നല്ല ആൾക്കാരുടെ നല്ല ആൾക്കാരുടെ ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ അവർക്ക് തെറ്റായിരിക്കും. കാരണം അപ്പോ അള്ളാഹു തആല എല്ലാത്തിലും ചിന്തിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റൊന്നുമല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണുന്നത് എന്തായിട്ടാണ്, തെറ്റായിട്ടാണ്. കാരണം അവർ അത്രത്തോളം അടുത്ത ആൾക്കാരാണ്. സ്നേഹം കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ തന്നെ വലിയൊരു പ്രശ്നമാവും. അങ്ങനെയാണല്ലോ. അപ്പൊ അത് അവരുടെ ആ ഒരു ബന്ധത്തിന്റെ ആഴം കൊണ്ടാണ്. ഇനി നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയകള് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഒരു 6 കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സലിമാം തന്നെ പറയുന്നുണ്ട്, നമ്മൾ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഒന്നാമത് നമ്മളെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം, നമ്മളെ ശരീരം മാത്രമല്ല, നമ്മളെ വയറ് മാത്രമല്ല, ശരീരം മൊത്തം, നമ്മളെ മനസ്സും ശരീരവും മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോമ്പിൽ പങ്കാളികളാവുന്ന ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, കുറച്ചുകൂടി വലിയൊരു ലെവലിൽ, കുറച്ചുകൂടി എന്താ പറയാ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ലെവലിൽ നമ്മൾ നോമ്പിനെ കാണേണ്ടത്. ഓക്കെ. അപ്പൊ ഈ നോമ്പും സബറും ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു സബറാണ്, ഒരു പിടിച്ചു വെക്കലാണ്. അതിൽ ക്ഷമിക്കലുണ്ട്, നമ്മുടെ ശരീരത്തിനെ ബന്ധിപ്പിക്കലുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ബാക്കിയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഹലാലായ സംസാരങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സംസാരങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. അപ്പൊ ഖുർആനിൽ പറഞ്ഞില്ലേ, വായിൽ കല്ലിട്ടിരുന്നു എന്നാ പറഞ്ഞത്, ഇത് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കല്ലുണ്ടാവുമ്പോ എന്ത് ചെയ്യും, നമ്മള് സംസാരിക്കാൻ തടസ്സം ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ നേരം കിട്ടും, ഇതിപ്പോ ഞാൻ സംസാരിക്കേണ്ട കാര്യമാണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഉം ഏതൊക്കെയാണ് വേണ്ടതെന്നും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ പറ്റും. അപ്പൊ അപ്പൊ ഈ 6 കാര്യങ്ങള്, നോമ്പിന്റെ വിഷയത്തിൽ ഈ 6 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ എന്താണ്, ഫദ്ലുൽ ബസരി വഖഫു അനിൽ ഇത്തിസായി പിന്നെ ഇലാ കുല്ലി മാ യുദമ്മു വയുക്റഹു വഇലാ കുല്ലി മാ യുശ്ഇലുൽ ഖൽബ്. അപ്പൊ എല്ലാ അശ്രദ്ധമാക്കുന്ന കാര്യങ്ങളിൽ നിന്നും കൽബിനെ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, ഒഴിഞ്ഞു നിൽക്കുക. അത് കണ്ണുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ കണ്ണ് എന്ത് ചെയ്യുക, അതുകൊണ്ട് എല്ലാ മോശമായ കാര്യങ്ങളൊന്നും, മോശമെന്ന് വെച്ചാൽ ഹറാമായ കാര്യം എന്നല്ല, ഹലാൽ തന്നെ, പക്ഷെ ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് വേർതിരിക്കാം. അപ്പൊ അതിലെന്തായാലും സോഷ്യൽ മീഡിയ കടന്നു വരും. നമ്മള് ഈ ഭൗതികമായിട്ടല്ല, നമ്മൾ ആത്മീയമായിട്ട് എല്ലാത്തിനെ പറയുമ്പോൾ പറയുകയാണെങ്കിൽ ഈ നോമ്പെടുക്കുന്നതിനെ പറ്റി പറയാം, ഡിജിറ്റൽ മീഡിയ നോമ്പിനെ പറ്റിയൊക്കെ പറയാം. ഇപ്പോ ഒരു ദിവസം എന്ത് ചെയ്യാം, ഇത്ര സമയത്തിന് ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒഴിവാവാം. അല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കുറച്ച് ബ്രേക്ക് എടുക്കുക. അപ്പൊ അതില് മെന്റൽ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടന്റ്, നമ്മളെ എന്താ പറയാ, സഹായിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ റീല് കുറെ കണ്ടുകൊണ്ടിരുന്നാല് നമ്മുടെ മനസ്സ് ഇങ്ങനെ പല പല രീതിക്ക് പോവാണ്. അതാണ് കോൺസെൻട്രേഷൻ കിട്ടാത്തതും പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. ഇത് നല്ല കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്.
പഴയ കാലത്തിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം ഇതിന്റെ ദോഷവശങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് നമ്മളെ കൽബിനെ ശ്രദ്ധ തെറ്റിക്കുന്ന, നമ്മളെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓ ഇനി ഇനി അടുത്തൊന്ന് നോക്കൂ. ഇപ്പൊ അതാട്ടോ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത് ഹിഫ്ദുൽ ലിസാനാണ്, നാവിനെ സംസൂക്ഷിക്കുക എന്നുള്ള. കളവ്, ഗീബത്ത്, മറ്റുള്ള കാര്യങ്ങൾ, നമീമത്ത്, കുറ്റം പറയാ, ഇത്തരം വിഷയങ്ങളെ തൊട്ടൊക്കെ ജഫാ, പരാതി പറയാ, തർക്കിക്കുക, ആവശ്യമില്ലാതെ തർക്കത്തിൽ ഏർപ്പെടുക, ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് സുക്കൂത്ത്, മിണ്ടാണ്ടിരിക്കുക. പിന്നെ അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലുക, പിന്നെ ഖുർആൻ ഓതുക, അത്തരം കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ, അതാണ് സൗമുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ. നോമ്പില് നാവിടപെടൽ എങ്ങനെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഖുർആൻ ഓതുകയും ദിക്റ് ചൊല്ലുകയും അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അധികരിപ്പിക്കുകയും ചെയ്യാം. അതിലൂടെ നാവിന് നോമ്പുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ വായിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ നോമ്പ് കാണേണ്ടത്, പുറത്തേക്ക് വരുന്ന കാര്യങ്ങളും, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലും, പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിലും ഒരു ലിമിറ്റ് വേണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം ഹിയൽ പറയണത് കേൾവിയെ എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കാൻ ശ്രമിക്കാം. ഈ ഗീബത്തൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ ആളുണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിങ്ങനെ പറയാനും ആളുണ്ടാവുന്നത്. ഓക്കെ. ഈ ഹെയ്റ്റ്സ്, എന്താ പറയുക, ഈ യൂട്യൂബിലൊക്കെ കുറേ വ്യൂവേഴ്സ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഗോസിപ്പ് പറയുന്നതിനും പരസ്പരം കുറ്റം പറയുന്നതും അതൊക്കെ കേൾക്കാനാണ്. അതിനൊന്നും വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ, അതിനൊന്നും ആൾക്കാർ വരുന്നില്ലെങ്കിൽ പിന്നെ ഇവര് ഇത് പ്രചരിപ്പിക്കൂലല്ലോ. അപ്പൊ അത് കേൾക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്. കുറ്റം പറയണത് കേൾക്കാനാണ് മനുഷ്യന്മാർക്ക് ഇഷ്ടം എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് കേൾക്കാതിരിക്കുക. ഈ കുറ്റാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർത്തി പോവാം. സംസാരിക്കുന്നതിനിടയിലാണെങ്കിൽ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോവാം. ഓക്കെ. ഇനി നമുക്ക് നിർത്താൻ കഴിയുന്ന സംസാരമാണെങ്കിൽ അങ്ങനെ പറഞ്ഞു വെക്കാം, നമുക്ക് നല്ല രീതിയിൽ പറയാം. ഹിക്മത്ത് വേണമല്ലോ. എന്തിനാ നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്നുള്ളൊരു വിഷയം പറയാം. ഇനി നമുക്ക് നിർത്താൻ പറ്റാത്ത വരികയാണെങ്കിൽ മൂത്രമൊഴിക്കാനോ വെള്ളം കുടിക്കാനോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാം. ഓക്കെ. ഇനി നാലാമത്തെ ഒരു കാര്യമാണ് എന്ത്, ബാക്കിയുള്ള അവയവങ്ങളൊക്കെ, കയ്യും കാലും, നടക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാവാം. അതിൽ നിന്നൊക്കെ വെറുക്കുന്ന കാര്യങ്ങളെ തൊട്ട്, മക്രൂഹാത്തിനെ തൊട്ടൊക്കെ മാറി നിൽക്കുക. ഓക്കെ. ഇനി അഞ്ചാമത്താണ് എന്ത്, ഭക്ഷണം കൂട്ടാതിരിക്കുക. അതാണ് ഇമ്പോർട്ടന്റ്. ഈ വയറ് കാലിയാക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മളെ ശരീരത്തിലെ രക്തോട്ടം കുറയാ. രക്തം ഓടുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ ശൈത്താൻ ഓടുന്നതാണല്ലോ. ഇപ്പൊ രക്തം ഓടുന്നത് കുറച്ച് വീക്കായി കഴിഞ്ഞാല് ശൈത്താന്റെ ആധിപത്യം കുറയും, നമുക്ക് കൂടുതൽ ഇബാദത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു സാധാരണ രാത്രി എത്രയാണോ കഴിക്കുന്നത് അത്ര തന്നെ കഴിക്കുക എന്നുള്ളതാണ് അസ്സലിമ പറയുന്ന കാര്യം. ഓക്കെ. അപ്പോ രാത്രിയിലത്തെ രാവിലത്തെ ഒരുമിച്ച് ഭക്ഷണം രാത്രി കഴിക്കുക എന്നുള്ളതല്ല, രാവിലത്തെ മിസ്സായി പോകുന്ന ഭക്ഷണം രാത്രി കഴിക്കുക എന്നുള്ളതല്ല, ഭക്ഷണം അതിനനുസരിച്ച് കുറക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ ഒരു സന്ദേശം. ഓക്കെ. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്താ, ലാസ്റ്റ് ആയിട്ട് പറയണത് അപ്പൊ ഈ ഭക്ഷണം കുറയുന്ന സമയത്ത്, ഇതിന്റെ ബാക്കി തന്നെ, ഭക്ഷണം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മളെ കുറെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ മൊത്തത്തിൽ കുറയും. അപ്പൊ ഈ ഈ ഹവ ആണ് ഈ ദേഹത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെ ശരീരത്തില് ശൈത്താൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു കാരണം. അപ്പൊ അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശൈത്താൻ ആധിപത്യം കുറയും. ഓക്കെ. ഇനി അങ്ങനെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം, ഇഫ്താറിന് ശേഷവും നമ്മളെ കൽബ് എന്തായിരിക്കുക, മുൾത്തരിപ്പാവുക, ഒരു പേടി ഉണ്ടാവുക, പഠിച്ചോനെ എന്റെ നോമ്പ് പഠിച്ചോൻ സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള കാര്യത്തില് ഹൗഫിന്റെ റജായിന്റെ ഇടയിലാവുക എന്നുള്ളതാണ്. മനുഷ്യൻ എന്ത് ചെയ്യണം, ഒരേ സമയം അത് മുഅ്മിന് എല്ലാ വിഷയത്തിലും, ഈ തവസ്സുത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു മിഡിൽ ലെവലിൽ ഉണ്ടായിരിക്കണം.
നമ്മള് ഭയങ്കര തീവ്രവാദിയല്ല, എന്നാല് ഈ ഗാന്ധിന്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അഹിംസ. ഒരു ചെവിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു മുഖത്ത് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറം കാണിച്ചു കൊടുക്കുക, അങ്ങനെയല്ല. ഒരു മനുഷ്യനെ പ്രതിരോധിക്കാൻ പറ്റും നമുക്ക്. ഇസ്ലാമിൽ പ്രതിരോധം ഉണ്ട്, യുദ്ധമില്ല. യുദ്ധം വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കേണ്ട ഒരു കേസില്ല. ഇപ്പൊ ഒരാളെ അങ്ങോട്ട് പോയിട്ട് വെറുതെ ആക്രമിക്കില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ബ്ലോക്ക് ചെയ്യാം, നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോ ഈ ഒരു ഒരു മിഡിൽ പാത്ത് അത് എല്ലാത്തിലും കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്താ, ഒരു ഹൗഫിന്റെ റജായിന്റെ ഇടയില് പേടി വേണം, എന്നാൽ പ്രതീക്ഷയും വേണം. പടച്ചോന് ഇത് സ്വീകരിക്കോ ഇല്ല എന്നുള്ള കാര്യത്തില്, സ്വീകരിക്കൂലേ എന്നുള്ളൊരു പേടി വേണം. സ്വീകരിക്കണല്ലോ, അങ്ങനെയാണല്ലോ ചെയ്യാൻ പറഞ്ഞത് എന്നൊരു പ്രതീക്ഷയും വേണം. ഇനി നരകത്തിന്റെ സ്വർഗത്തിന്റെ വിഷയം പറയുമ്പോൾ, നരകത്തിന്റെ വിഷയത്തിൽ പറയുമ്പോൾ നല്ല അതാബ് ഉണ്ടാവും, നല്ല ശിക്ഷ ഉണ്ടാവും എന്ന് പറയും. സ്വർഗത്തിൽ പറയുമ്പോൾ നല്ല എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് പറയും. എപ്പോഴും ഇതിന്റെ ഇടയിലായിരിക്കണം നമ്മുടെ കൽബ് ഉണ്ടാവേണ്ടത്. ഇപ്പോ മറ്റേത് ഭയങ്കര എന്ത് ചെയ്യും, പെസിമിസ്റ്റിക് ആവും. എത്ര ചെയ്തിട്ടും കാര്യമില്ല, പടച്ചോൻ ആ കുറച്ച് ആൾക്കാരെ സ്വർഗത്തിൽ കടത്തുള്ളൂ, പിന്നെ നമ്മൾ എന്തിനാ ചെയ്യുന്നുള്ള അങ്ങനെ ഒരു ചിന്തയല്ല. കുറെ ആൾക്കാരെ സ്വർഗത്തിൽ പോകാൻ പറ്റും. പടച്ചോൻ എന്തൊരു പ്രശ്നമുണ്ടോ? അത് ഇത്ര ആൾക്കാരെ ലിമിറ്റേഷൻ ഒന്നും ഇല്ലല്ലോ. കുറെ ആൾക്കാരെ സ്വർഗത്തിലിടും. അപ്പൊ അതിൽ നമുക്ക് പെടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ നോമ്പിന്റെ വിഷയത്തിന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്. ഒരു ഹൗഫ് റജാവും, ഒരു സ്വീകരിക്കൂലേ റബ്ബ് സ്വീകരിക്കൂലേ എന്നുള്ള കാര്യത്തിൽ ഒരു 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 എന്താ പറയാ, ഒരു ആശങ്ക വേണം. അപ്പൊ എന്നിട്ട് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ആശങ്കയാണ് ആ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നോമ്പിന്റെ വിഷയങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു, റമദാൻ ആയതുകൊണ്ട്. ഇനി നമുക്ക് ഹദീസിലേക്ക് കടക്കാം. കാണുന്നില്ലേ സ്ക്രീന്? അബി മാലിക് അല്ലേ? അബി മാലിക്കിൻ ഹാരിസി. النبي مالك الحارث بن عاصم الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان إن والحمد تملأ الميزان وسبحان الله والحمد لله تملأان تملأ ما بين السماوات والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك وعليك كل الناس يعدو فبائع نفسه فمعتقها أو موبقها. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഇവിടെ സബറും ഉണ്ട്. ഓക്കെ. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് തുഹൂർ എന്താണെന്ന് പറഞ്ഞത്? ശത്രുൽ ഈമാൻ, ഈമാനിന്റെ ഒരു ഭാഗമാണ്, ഈമാനിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് എന്ത്? വൃത്തി എന്നുള്ളത്. നദാഫത്ത്, വൃത്തി എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. മറ്റു മതങ്ങൾ ഉണ്ടാവും, ആരെയും പേരെടുത്ത് പറയില്ല, വൃത്തി കുറവുള്ള കുറെ ആൾക്കാരുണ്ട്. മുസ്ലിങ്ങൾ അങ്ങനെയല്ല. നമ്മൾ പള്ളിയിൽ പോയാലും മറ്റു വിഭാഗത്തിന്റെ കേന്ദ്രങ്ങളിൽ പോയാലും ഒക്കെ വൃത്തി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ കാണാമല്ലോ, നല്ല വെളുത്ത വസ്ത്രം ധരിക്കുക, ചളിയാവാതിരിക്കുക. അപ്പൊ അത് ഭയങ്കര രസമാണ്, ഒരു ഭംഗിയുണ്ട് ഇസ്ലാമിന്. ചില മതങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പല പ്രകൃതിക്കും ഒരു നശിപ്പിക്കുന്നുണ്ട് ഈ വൃത്തിയില്ലാത്തത് കൊണ്ട്. നമുക്ക് ചില ഉത്തർപ്രദേശിലൊക്കെ കാണാൻ പറ്റും. അവിടുത്തെ ഓരോ നമുക്ക് മുസ്ലിങ്ങളായിട്ട് നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് ആ ഒരു വൃത്തിയില്ലായ്മ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉൾക്കൊള്ളാൻ. ഓരോ മതത്തിനും അതിൻ്റെതായ ശൈലി ഉണ്ടാവും. ഓക്കെ. നമ്മളെ ഇസ്ലാമിൽ എന്താണ്, വൃത്തി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ശത്രുൽ ഈമാൻ, അപ്പൊ ഈമാനിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് എന്ത്? വൃത്തി എന്ന് പറഞ്ഞത്.
ഇനി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് മൻസറിന് പറഞ്ഞാൽ തംലഉൽ മീസാൻ, മീസാൻ അറക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാല് അല്ലാഹു തആലനെ സ്തുതിക്കാണ്. അപ്പൊ കിതാബ് തുടങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഫാത്തിഹന്റെ തുടക്കം അങ്ങനെയല്ലേ? ഓക്കെ. എല്ലാ കിതാബുകളും തുടങ്ങുമ്പോൾ മുസന്നിഫുമാർ എന്താണ് ഉദ്ദേശിക്കുക? ഈ കിതാബും അങ്ങനെ തന്നെ. അൽഹംദുലില്ലാ. അപ്പൊ ഇതൊക്കെ ചെയ്തു തന്ന പടച്ചോനാണ് സർവസ്തുതി. അത് തംലീൽ മീസാൻ, മീസാൻ നടക്കും. മീസാൻ നടക്കും എന്ന് പറഞ്ഞാൽ സവാബ്, ധാരാളം കൂലി കിട്ടും. സവാബു തലഫു ബിദാലിക മസ്ജിദി മാനവ. അർത്ഥം ചിന്തിച്ച് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ലോണം കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ദിക്ർ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് അതിൽ പെട്ട തന്നെയാണ്. സർവസ്തുതിയും തസ്ബീഹും ഒക്കെ റബ്ബിനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഉസബ്ബിഹു സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പൊ അത് എന്താണ്? ഇതുപോലെ തന്നെ കൂലി കിട്ടുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി തംലാനി. അപ്പൊ അത് ഏതോ കോലത്തിലാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ തംലോ, രണ്ടും എന്താണ് പറഞ്ഞത്? മാബൈന സമാവാതി വൽ അർദ്, അർദും ഭൂമിയും തമ്മിലുള്ള അത്രത്തോളം കൂലി കിട്ടും എന്നാ പറഞ്ഞത്. അപ്പൊ തംലആനി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. രണ്ടും കൂടി രണ്ടും രണ്ടും നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒറ്റ വാക്കായിട്ട് അത് തംലഓ, ഇത് നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചില ഹദീസുകൾ എന്തുണ്ടാവും? ഷക്കുർ റാവി എന്ന് അതിന് പറയാം. ചില ഹദീസുകൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അതുപോലും സൂക്ഷിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നബിതങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കണ്ട എത്രയോ വർഷത്തിന് ശേഷം ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ ചെറിയൊരു ഡൗട്ട് വന്നപ്പോഴേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണോ പറഞ്ഞത്? തംലാനി എന്നാണോ പറഞ്ഞത്, തംലഉ എന്നാണോ പറഞ്ഞതിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ് എന്നാണ് ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാല് അത് രണ്ടും നടക്കും. ആകാശ ഭൂമിന്റെ ഇടയിലുള്ള അത്രത്തോളം കൂലി കിട്ടും. ഇനി ഇനി അടുത്ത എന്താ പറഞ്ഞത്? അസ്സലാത്തു നൂറുൻ, നൂറ് പ്രകാശമാണ്. എന്ത്? നിസ്കാരം എന്ന് പറഞ്ഞാല്, നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. പ്രകാശം കൊണ്ട് എന്താണ് ഉണ്ടാവുക? നമുക്ക് ഒക്കെ കാണാൻ പറ്റും അല്ലെ? ഒരു അമല് തന്നെയാണ്. അപ്പൊ നിസ്കാരത്തെ പറ്റി മാത്രമാണ് ഇങ്ങനെ പ്രകാശം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഷറയിലുണ്ട്. നിസ്കാരം എന്താണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അതിന് കുറച്ചുകൂടി കൂടുതൽ അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നിസ്കാരത്തെ പറ്റി ബാബു പറയുമ്പോൾ അതിൽ വന്ന പല ആയത്തുകളും ഹദീസുകളും നമ്മൾ അതിന് ഡിസ്കസ് ചെയ്യും. കവി നൂറാണ്. അത് അപ്പൊ അത് ഈ ദുലുമാത്തിൽ നിന്നുള്ള അവന്റെ മുമ്പിൽ ഉണ്ടാവുന്ന ഇരുട്ടുകളിൽ നിന്നൊക്കെ അവനെ മോചിപ്പിക്കുന്ന, അതിനൊക്കെ പ്രകാശം കാണിച്ചു തരുന്ന, അതിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. ഈ ഇരുട്ട് മാറി കുറച്ച് വെളിച്ചം ഉണ്ടാവുന്ന ഒരു സാധനമാണ്, ഒരു പ്രവർത്തനമാണ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ മര്യാദക്ക് നിസ്കരിച്ചാല് കൂടുതൽ വ്യക്തത ഉണ്ടാവും, കൂടുതൽ ജീവിതത്തിൽ ഒരു എന്താ പറയാ എളുപ്പം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹ്. കാനത്ത് ലഹു നൂറൻ വബുർഹാനൻ വനജാത്തൻ യൗമൽ ഖിയാമ വമൻ ലം യുഹാഫിദ് അലൈഹാ ലം തകുൻ ലഹു നൂറൻ വലാ ബുർഹാനൻ വലാ നജാത്തൻ യൗമൽ ഖിയാമ. അപ്പൊ ഈ ആഖിറത്തിൽ എങ്ങനെ പറയുന്നുണ്ട്? നിസ്കാരത്തെ സൂക്ഷിച്ചു വന്നാല് ആഖിറത്തിൽ എന്തുണ്ടാവും? കൂലിയും ഒക്കെ കിട്ടും. അത് പ്രകാശമായിട്ടും തെളിവായിട്ടും ഒക്കെ വരും എന്നാണ് പറഞ്ഞത്. ഇനി നിസ്കാരം സൂക്ഷിച്ചു പോന്നില്ലെങ്കിലോ അവിടെ ആഖിറത്തിലായാല് അയാൾക്ക് ഇരുട്ടായിരിക്കും. അയാൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇനി സ്വതക്കത്ത് ബുർഹാന്. പിന്നെ അടുത്ത എന്താ പറഞ്ഞത്? സ്വതക്ക ബുർഹാനാണ്. ഹുജ്ജത്തുൻ ഈമാൻ മുഅദ്ദിഹ. ബുർഹാനാണ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവെന്നാ. തെളിവ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന ആളുടെ ഈമാൻ ഉണ്ടോ എന്നുള്ളതിന്റെ തെളിവാണ് എന്താ പറയാ സ്വതക്ക എന്ന് പറഞ്ഞല്ലേ. ഓക്കെ.
കാരണം മുനാഫിക്കീങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. നമ്മളിന്ന് പടച്ചോന് വേണ്ടിയിട്ട് വേറൊരാൾക്ക് ഒരു സാധനം കൊടുക്കുകയാണല്ലോ. പടച്ചോൻ പറഞ്ഞതുകൊണ്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് പൈസന്റെ സക്കാത്തൊക്കെ ഉണ്ടാവും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പൊ റമദാനിലത് അത് പറയുമ്പോൾ റമദാനിൽ മാത്രം കൊടുക്കേണ്ട ഒരു വിഷയമാണെന്നും മനസ്സിലാക്കരുത്. ഇപ്പോഴത്തെ നിസാബ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50-60 ആ ഒരു റേഞ്ചിലാണ് വരിക. അത്ര പൈസ ഒരു കൊല്ലം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ഒരു 2.5% എന്ത് ചെയ്യാം, സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് അവകാശികളുണ്ട്. അത് നമ്മൾ പഠിക്കും, ഫിഖ് നിങ്ങൾ പഠിക്കും. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മിസ്കീന്, ഫക്കീർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞാൽ ഇവിടെ സ്വതക്കന്റെ വിഷയം പറഞ്ഞത്. അപ്പൊ ഈമാനുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുക. അപ്പൊ അത് ബുർഹാനാണ്, അത് തെളിവാണ്. അലാ ഹുജ്ജത്തിലില്ല അലാ ഹുബ്ബിഹിലില്ല. നീ പറഞ്ഞിട്ട് എന്തിന്റെ തെളിവ്? ഈമാന്റെ തെളിവാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഹുബിന്റെ തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവര് അള്ളാഹു റസൂലും പറഞ്ഞു ചെയ്തിട്ടാണ് ഒരു എന്ത് ചെയ്തത്, സ്വതക്ക കൊടുക്കുന്നത്. മനുഷ്യനെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുക, മാലിനോടാണ് ഒരു ആസക്തി ഉണ്ടാവുക, ഇഷ്ടം ഉണ്ടാവുക. അതിലൊന്ന് മാറ്റിയിട്ട് അള്ളാഹു താല പറഞ്ഞതും റസൂല് കാണിച്ചു തന്ന കാര്യങ്ങളും ചെയ്ത് അങ്ങനെ സ്വതക്ക കൊടുക്കുകയാണല്ലോ. അപ്പൊ അത് ഒരു തെളിവാണ് ഏതായാലും. പിന്നെ ഈ നമ്മൾ പറഞ്ഞത് സൊബ്രു ദിയാവും, സൊബ്രിനെ പറ്റി എന്താണ് പറഞ്ഞത്? ദിയാ ആണ്, പ്രകാശാണ് എന്നാ പറഞ്ഞത്. ആ സൊബ്റുൽ ആമു മിന സൊബ്രി അലാ ത്വാഅത്തില്ലാഹി വഅൻ മഅസിയതിഹി വലൽ മകാരിഹി മിൻഹു സൗമു. അപ്പോ ഇവിടെ സൊബ്ർ അതിങ്ങനെ പലതരത്തിലുള്ള സൊബ്ർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ത്വാഅത്തില്ല അല്ലാഹു തആലനെ ആരാധിക്കുക, ഇബാദത്തുകൾ ചെയ്യുക എന്നതിൽ ഒരു സൊബ്ർ ഉണ്ട്. പിന്നെ വൻ മാസിയത്തി തെറ്റുകൾ ചെയ്യാതിരിക്കുക, തെറ്റുകളിൽ നിന്ന് പിടിച്ചു വെക്കുക എന്നുള്ളതിലും സൊബ്ർ ഉണ്ട്. പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ ജസ കാണിക്കാതിരിക്കുക എന്നുള്ളതിലും ഒരു സൊബ്ർ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ മൊത്തത്തിലുള്ള സൊബ്ർ അതെന്താണ്? ലിയാ ആണെന്ന് പറഞ്ഞത്. ഇനി ചിലര് ഇതിനെപ്പറ്റി എന്താണ് സൗമിനെ പറ്റി മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൊബ്റും സൗമായിട്ട് എന്തുണ്ട്, നോമ്പുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ നോമ്പിനെ പറ്റിയാണ് ഇത് മാത്രമാണെന്നും ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ പറ്റും. ഇനി അതൊക്കെ പ്രകാശാണ്. ഈ ദിയാ എന്ന് പറഞ്ഞാലും പ്രകാശാണ് കേട്ടോ. ഇന്തിഷാർ നൂരി. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മൾ കൂടുതൽ ജീവിതത്തിൽ വെളിച്ചം കാണാനും യഥാർത്ഥ വഴിയിൽ നയിക്കാനുള്ള കുറെ കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ജഅല ശംസ ദിയാഅൻ വൽ ഖമറ നൂറൻ എന്നൊരായത്തുണ്ട്. ഓക്കെ, വലാസിൽ അന്നൻ നൂറൽ ഹാദിസ ഖദ് യഖ്ലുഖു കാമിലു ദിയാഇ കശംസി. ഇനി വൽ ഖുർആനു ഹുജ്ജത്തുൻ. അപ്പൊ സൊബറിനെ പറ്റി പറഞ്ഞു, പിന്നെ എന്തും പറഞ്ഞു? വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക വലൈക. ഖുർആൻ ഹുജ്ജത്താണ്, നിങ്ങൾക്ക് തെളിവായിട്ട് വരും. തെളിവായിട്ട് വരും. എങ്ങനെ വരും? ലക വലൈക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും വരും. അപ്പൊ ഖുർആൻ തെളിവായിട്ട് വരും. അപ്പൊ ഈ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ നല്ലത് അനുസരിക്കുകയും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാല് എന്ത് ഖുർആൻ സാക്ഷി പറയും. അപ്പൊ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ആ പറഞ്ഞ അർത്ഥം. ഖുർആന് തെളിവാണ്. ഒന്നെങ്കിൽ അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ഖുർആന് സാക്ഷി നിൽക്കും. ഇപ്പോ എങ്ങനെയുണ്ട്? ഖബറിലുണ്ടാവും, അതേപോലെ മീസാനിലുണ്ടാവും, സിറാത്ത്, പല ഘട്ടങ്ങളിലായിട്ട് ഇതുണ്ടാവും. ഹുജ്ജത്തുൻ ഹസ്മിക്കൽ മുഹൈക്കി. ഇനി ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? കുല്ലു നാസി യാദു ഫബായുൻ നഫ്സഹു ഫമുഅ്തിഖുഹാ മൂബിഖുഹാ. ഇനി എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ തന്നെ പോകും. ഫബായുൻ നഫ്സഹു, പല ജാതി
ആക്ടിവിറ്റീസിൽ പല കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട്. ഇപ്പൊ മോത്തിക്കുഹാമിലുള്ള അദാബി അതിൽ തന്നെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ അദാബിനെ തൊട്ട് അവരുടെ ശരീരത്തെ അവർ മോചിപ്പിക്കും. അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂബിക്കുഹ, ആ ശരീരത്തെ നമ്മൾ മുഹ്ലിക്കാക്കുന്ന, നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട് എന്നാണ് ഹദീസിൽ പറഞ്ഞത്. മൊത്തത്തില് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലുൻ നാസി യാതു, അപ്പൊ എല്ലാ ആൾക്കാരും രാവിലെ പോവുകയും പല പല കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബായുൻ നഫ്സൗ മോത്തിക്കുക. അപ്പൊ ബായുൻ നഫ്സ് പറഞ്ഞാൽ എന്താ, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന, നിരന്തരമായി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി സൂചിപ്പിച്ചതാണ്. എന്നിട്ട് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ബായുൻ നഫ്സവും ഇപ്പൊ മോചിക്കുക, എന്നിട്ട് ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഓ മൂപിക്കുക, മൂപിക്കുക, അതിനെ മുഹലിക്കാക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, ദുന്യാവിനെ വിട്ടുകൊടുക്കുന്ന, ആഖിറത്തിൽ ശിക്ഷ കിട്ടാൻ പാകത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ പല കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ അതിൽ സബറും ഉണ്ടായിരുന്നു. സബറാണ്, സബർ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് നൂറുണ്ടാകും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഒരു ഹദീസ് കൂടെ എടുക്കണോ അതോ അടുത്ത ക്ലാസ്സിന് എടുക്കണോ? ഈ പറഞ്ഞതിൽ എന്തോ ഡൗട്ട് ഉണ്ടായിരുന്നോ? ഓക്കെ, ഇൻഷാല്ലാ എന്നാല് ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇനി നല്ല ഇത് ക്ലാസ്സിന് മുമ്പ് തന്നെ ഇരുപത്തി ഏഴാമത്തെ ഒരു ഹദീസ് ഉണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു തന്നാൽ നല്ല രസമായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാം. 27ാമത്തെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അജബല്ലി അംരിൽ മുഅ്മിൻ, കാണുന്നില്ലേ അത്? യെസ് യെസ് യെസ്, കാരണം അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൽ മുഅ്മിൻ ഇന്ന അസ്വാബത്തുഹു സറാഉൻ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസ്വാബത്തുഹു ളറാഉ ഫകാന ഖൈറൻ ലഹു. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹദീസാണ്. മുഅ്മിനിന്റെ ഒരു മൊത്തത്തിലുള്ള ജീവിതത്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏതായാലും പറയാം. അപ്പൊ അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്ക് നിങ്ങള് ഇത് കാണാൻ പഠിച്ചു വന്നാല് നമുക്ക് അതിന്റെ അർത്ഥം കൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഉഷാറാവും. നിങ്ങൾ ഈ ഹദീസിനെ പറ്റി മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പോ സംശയങ്ങളൊന്നും ഉണ്ടോ? നോമ്പിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയിരുന്നോ? ഇനി നോമ്പിന്റെ ഫിഖ്ഹും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇപ്പൊ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലേ നമ്മളെ ഫിഖ്ഹിന്റെ ക്ലാസ്സിലൊക്കെ ഇൻഷാ അല്ലാഹ് ചോദിക്കണം കേട്ടോ. ഫിഖ്ഹിന്റെ സക്കാത്തിന്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ നോമ്പിന്റെ മസലപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നോമ്പ് അത്താഴത്തിന് നിയ്യത്തെടുക്കുന്ന സമയത്തൊക്കെ. ഹലോ, പറഞ്ഞോളൂ.